അമ്മ മനസ്സ്. അർജുൻ, വേണ്ട അർജുൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാവില്ല. അനാമിക അവൻ്റെ കൈകളിൽ കിടന്ന് കുതറി. എന്താനു, നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? നമ്മൾ രണ്ടാളും എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ? അർജുൻ അവളുടെ കവളിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് പറയുകയാണ്. അർജുൻ, നീ എൻ്റെ കഴുത്തിൽ ഒരു താലിമാല അണിയിച്ചിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാപമാണ്. അവളുടെ വാക്കുകൾ ഇടറി. എടി പെണ്ണേ, ഈ ന്യൂ ജനറേഷനിൽ ഇങ്ങനത്തെ പിള്ളേരുണ്ടോന്ന് പോലും എനിക്ക് അത്ഭുതമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ UK-യിലും ന്യൂസിലാൻഡിലുമൊക്കെ ഒരുമിച്ച് താമസിച്ച് എല്ലാം കഴിഞ്ഞ ശേഷമാണ് നാട്ടിൽ വന്ന് വിവാഹം കഴിക്കുന്നത്. അത് നീ ഓർത്തേ. ഇതിപ്പോൾ നമ്മൾ രണ്ടാളും ആദ്യമായിട്ടല്ലേ? നിന്റെ ഫ്രണ്ട്സ് എങ്ങനായാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അവരെ എങ്ങനെ വേണേലും ആയിക്കോട്ടെ, എന്ത് വേണേലും ചെയ്തോട്ടെ. എന്നാൽ നമ്മൾ രണ്ടാളും ഈ കാര്യത്തിൽ കുറച്ച് പവിത്രതയൊക്കെ കാത്തു സൂക്ഷിക്കണം. പ്ലീസ് അർജുൻ, എനിക്കിപ്പോൾ സേഫ് പീരീഡ് പോലുമല്ല. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. പെട്ടെന്ന് തന്നെ അർജുൻ അവളിൽ നിന്നും അകന്നു മാറി. ധൃതിയിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇവൾ അനാമിക സത്യൻ, പാലക്കാട്ടുകാരി, ഒരു പട്ടരുകുട്ടി. കാണാൻ അതിസുന്ദരി. നല്ലോണം പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി അവൾ ഇന്ന് ബാംഗ്ലൂരില ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ബാംഗ്ലൂർ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ജോലിയിൽ അവൾ വളരെ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരുന്നത്. എത്ര ടഫായിട്ടുള്ള പ്രോജക്റ്റും അവൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കും. എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അനാമികയുടെ ടീമിൻ്റെ ഹെഡായി അർജുൻ വിശ്വനാഥൻ ചാർജ് എടുക്കുന്നത്. അർജുൻ ഇതിനു മുന്നേ ഹൈദരാബാദിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ നിന്നും പ്രൊമോഷനോട് കൂടി വന്നതാണ് ബാംഗ്ലൂരിലേക്ക്. കാണാൻ ചുള്ളനായ സിനിമ സ്റ്റൈലിൽ വരുന്ന ഒരു പയ്യനായിരുന്നവൻ. പെൺകുട്ടികൾക്കൊക്കെ അവനെ കാണുമ്പോൾ വല്ലാത്തൊരു ഭാവം. അർജുനെ ലൈൻ അടിച്ചാലോ എന്നാണ് പലരുടെയും ചർച്ച. എന്നാൽ അനാമിക, അവൾ അവരിൽ നിന്നും എല്ലാം വിട്ടുനിന്നു. തൻ്റെ ജോലിയിൽ മാത്രമാണ് അവളുടെ ശ്രദ്ധ. വളരെ വൃത്തിയും വെടിപ്പുമുള്ളവളാണ് അനാമിക. കാലത്തെ കുളിച്ച് വളരെ നീറ്റായി വസ്ത്രങ്ങൾ ധരിച്ച് മിതമായ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സിമ്പിളായിട്ടാണ് അവൾ വന്നിരുന്നത്. അവളെ പരിചയപ്പെട്ട മാത്രമേ തന്നെ അർജുൻ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ അനാമിക അവന് പിടികൊടുത്തില്ല. ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടുകൊണ്ടേയിരുന്നു. അനാമികയുടെ ടീമിലെ പലർക്കും അർജുനോളോട് താല്പര്യമുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇടയ്ക്കൊക്കെ അവൻ്റെ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും അനുവിനും ഇത് തോന്നിയിരുന്നു. എന്നാൽ അവൾ അത് കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനുവിൻ്റെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുന്നു. അനുവിനെ നാട്ടിലേക്ക് കൊണ്ടുപോയത് അർജുനും 1-2 ഫ്രണ്ട്സും ചേർന്നാണ്. ശരിക്കും അന്നാണ് അനുവിനെക്കുറിച്ച് അവരൊക്കെ അറിയുന്നത്. അനുവിൻ്റെ ചെറുപ്പത്തിലെ അവളുടെ അമ്മ മരിച്ചു. പിന്നീട് അച്ഛനാണ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളെ ഇത്രത്തോളം എത്തിച്ചത്. ഇപ്പോൾ അവളുടെ അച്ഛനും കൂടി പോയതോടെ അനു തീർത്തും ഒറ്റയ്ക്കായി. അവൾക്ക് സഹോദരങ്ങളാരും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ചയോളം അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുവാനായി അനു നാട്ടിൽ നിന്നു. പിന്നീട് അർജുനും 2 ഫ്രണ്ട്സും ചേർന്ന് അവളെ പാലക്കാട്ട് നിന്നും ബാംഗ്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന യാത്രയിലൊക്കെ അനു മൗനമായിരുന്നു. തൻ്റെ അച്ഛനുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല ഓർമ്മകളായിരുന്നു അനുവിൻ്റെ മനസ്സിൽ. അച്ഛൻ അവളെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത്. അനു ജോലി കിട്ടി ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ അവളുടെ പാവം അച്ഛൻ അനുവിനെ കെട്ടിപ്പിടിച്ച് കുറേ മുത്തങ്ങളൊക്കെ കൊടുത്താണ് വിട്ടത്. അതായിരുന്നു അവളുടെ മനസ്സിൽ എപ്പോഴും. എന്നും ഓഫീസ് വിട്ടു വന്നാൽ അച്ഛൻ്റെ ഫോൺ കോൾ അവളെ തേടിയെത്തും. അതാത് ദിവസത്തെ വിശേഷങ്ങളൊക്കെ അനു അച്ഛനോട് പങ്കുവയ്ക്കുമായിരുന്നു. ആ ഓർമ്മകൾ ഒരു മഴവിൽ കൂടാരം പോലെയാണ് അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത്. പിന്നീട് കുറേ ദിവസങ്ങളെടുത്തു അനു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ. ഒരാളുടെ ആശ്വാസവാക്കുകളും സാമീപ്യവുമൊക്കെ ഏറ്റവും അധികം വേണ്ട നിമിഷങ്ങളായിരുന്നു അനുവിന്. അത് അവൾക്ക് ലഭിച്ചത് അർജുൻ എന്ന വ്യക്തിയിലൂടെയാണ്. അനു, താനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് തൻ്റെ അച്ഛന് ഒരുപാട് സങ്കടാവില്ലേ? സമാധാനപ്പെടുക.
യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് ജീവിക്കുക. അല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലടോ. കോഫി ഷോപ്പിൽ അർജുനോടൊപ്പം ഇരിക്കുവാണോ. അവൻ ഏറെ നിർബന്ധിച്ചിട്ടാണ് അവൾ കോഫി ഷോപ്പിലേക്ക് വന്നത്. രണ്ടാളും കൂടി ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ തന്നെ പലതരം മുറുമുറുപ്പുകൾ ഉയരുകയും ചെയ്തു. അർജുൻ പറയുന്നതൊക്കെ സത്യമാണ്. പോയവരൊരിക്കലും മടങ്ങി വരില്ല. അത്രയും അകലേക്കാണ് അവർ പോയത്. എന്നാലും എൻ്റെ അച്ഛനെയെങ്കിലും ഈശ്വരൻ എനിക്ക് തന്നൂടായിരുന്നു. യാതൊരു തെറ്റും ചെയ്യാത്തവരായിരുന്നു ഞാനും എൻ്റെ അച്ഛനും ഒക്കെ. പറഞ്ഞുകൊണ്ടൊരു ഉറുമ്പിനെ പോലും ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല. എൻ്റെ അമ്മയെ ദൈവം ആദ്യം വിളിച്ചോണ്ട് പോയി. അമ്മയില്ലാത്ത ഒരു കുറവും വരുത്താതെയാണ് എൻ്റെ അച്ഛൻ എന്നെ വളർത്തി വലുതാക്കിയത്. എൻ്റെ അച്ഛനെ ഞാൻ ആദ്യമായി വേർപിരിഞ്ഞത് ബാംഗ്ലൂരിലേക്ക് പോന്നപ്പോഴാണ്. എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസ് നേടിയ ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോണമെന്നും എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു ജോലി നേടണമെന്നും അച്ഛനുമൊത്ത് അവിടെ താമസിക്കണമെന്നും ഒക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. ഒന്നിനും സാധിക്കാതെ പോയല്ലോ. എൻ്റെ അച്ഛൻ സന്തോഷത്തോടെ ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. പ്രാരാബ്ദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അച്ഛന്. എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛനോടൊപ്പം ഏതെങ്കിലും നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറണമെന്നും എൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നും അച്ഛനെ ഏതെങ്കിലും മാളുകളിലൊക്കെ കൊണ്ടുപോകണമെന്നും നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ചതിൻ്റെ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നാണ് മരിച്ചുപോയത്. അമ്മയെ ചികിത്സിച്ച് അച്ഛൻ ഒരുപാട് പണം നഷ്ടപ്പെട്ടു. ഒടുവിൽ അമ്മയും പോയി. അച്ഛന് ബാധ്യത ഏറെയും വന്നു. അങ്ങനെ ഇന്നും എൻ്റെ അച്ഛൻ സങ്കടത്തോടെയാണ് കിടന്നുറങ്ങിയത്. അവസാനം ആ സങ്കടത്തോടെ അച്ഛൻ പോവുകയും ചെയ്തു. ചങ്ക് പൊട്ടിയുള്ള അനാമികയുടെ തുറന്നു പറച്ചിൽ കേട്ടതും അർജുനും ഒരുപാട് സങ്കടം വന്നു. അനു, നീ വിഷമിക്കരുത്. നീ ഇനി ഒറ്റയ്ക്കല്ല. നിന്റെ ജീവിതത്തിൽ അങ്ങോളം നിന്റെ കൂടെ ഞാനുണ്ട്. നിനക്കത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അവൻ പറഞ്ഞതും അനാമികയുടെ മുഖം താണു. അനു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. നീ വരില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. സാർ എന്നോട് ഇങ്ങനൊന്നും ചോദിക്കരുത്. നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരങ്ങൾ കാണും. സാർ എന്നും എൻ്റെ ഒരു സുഹൃത്തായി കണ്ടാൽ മാത്രം മതി. നോ അനു, നമ്മുടെ ഓഫീസിലെത്തിയ ശേഷം തന്നെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ എനിക്കെന്തോ തന്നോട് മനസ്സിലൊരു ഇഷ്ടമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് മനസ്സെപ്പോഴും മന്ത്രിക്കുമായിരുന്നു. അനു, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ അഡ്വക്കേറ്റാണ്, അമ്മ ഡോക്ടറും, ഒരു ബ്രദറുണ്ട്, ആളും ഡോക്ടറാണ്. ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞു. വൈഫ് ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ. ഒരു കുഞ്ഞുണ്ട്, 2 വയസ്സുള്ള ആലി. ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. തൻ്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ? എല്ലാവർക്കും തന്നെ ഇഷ്ടാകും, ഉറപ്പാ പെണ്ണേ. അത്രമേൽ ആർദ്രമായ അവൻ്റെ സ്നേഹം, ആ വാക്കുകൾ. അതിനു മുന്നിൽ അവൾ വീണുപോയി. അന്ന് ആ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനാമിക അർജുനോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. അവൻ പറയിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയത്തിൻ്റെ നാളുവഴികൾ, അർജുൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ, വാക്കുകൾ എല്ലാം അവളിൽ ഒരുപാട് സന്തോഷവും സമാധാനവും വളർത്തി. അച്ഛനും അമ്മയും ഇല്ലെന്നുള്ള തോന്നൽ പോലും അവളിൽ വരാത്ത വിധം അർജുൻ അവളോട് ചേർന്ന് നിന്നു. ഒരിക്കലും അതിരുവിട്ടൊരു സ്നേഹപ്രകടനത്തിന് മുതിരാത്ത അർജുൻ ഇന്ന് അവളെ പലതിനും നിർബന്ധിച്ചപ്പോൾ അനു ഭയന്നുപോയി. ഒരുപാട് തവണ അവൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. എങ്കിലും ഇമ്മാതിരി യാതൊരു പരിപാടിയും നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് അവൾക്ക് സങ്കടം തോന്നി. അർജുൻ പിണങ്ങി എഴുന്നേറ്റ് പോയി എന്നുള്ളത് അനാമികയ്ക്കറിയാം. അവളും എഴുന്നേറ്റ് പിന്നാലെ ചെന്നപ്പോൾ അർജുൻ സ്വീകരണമുറിയിൽ ഇരിപ്പുണ്ട്. അർജുൻ, അവൾ തോളിൽ കൈവച്ചതും അവൻ ആ കൈ തട്ടിമാറ്റി. പിണങ്ങിയോ? അവൾ അവൻ്റെ അരികിലായി ഇരുന്നു കൊണ്ട് മെല്ലെ ചോദിച്ചു. എന്താ അർജുൻ ഇങ്ങനെ? എന്നോട് പിണങ്ങാനും മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ?
വിങ്ങി പൊട്ടിക്കൊണ്ടവൾ ചോദിച്ചു. മിണ്ടാതെ പോടി. അവൻ അലറിയതും അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബാഗും തോളത്തിട്ടുകൊണ്ട് അനു അവിടെ നിന്നിറങ്ങി. എന്നാൽ ഡോറിൻ്റെ അടുത്ത് വരെ ചെല്ലാനേ അവൾക്ക് സാധിച്ചുള്ളൂ. അതിനു മുന്നേ അർജുൻ്റെ ഇരു കൈകളും അവളുടെ വയറിന്മേൽ ചുറ്റി വരിഞ്ഞിരുന്നു. അവളുടെ പിൻകഴുത്തിൽ അവൻ തൻ്റെ നാവ് കൊണ്ടൊഴിഞ്ഞപ്പോൾ പെണ്ണവൾ തരിച്ചുപോയി. അർജുൻ വിളിച്ചുകൊണ്ട് തിരിഞ്ഞു വന്നതും അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവളുടെ മാറിടങ്ങൾ അവനിലേക്ക് കൂടുതൽ അമർന്നപ്പോൾ പെണ്ണിനെ വിറച്ചു പോയിരുന്നു. പിന്നെയും ഇത്തിരി കൂടി അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുഖത്തൂടെ അവൻ്റെ അതിർത്താൽ മുത്തം കൊടുത്തു. ഒടുവിൽ അവളുടെ ഇളം പിങ്ക് നിറമുള്ള ചൊടികളിലെത്തി നിന്നതും അവൻ്റെ കൺട്രോൾ പോയിരുന്നു. മെല്ലെ ഒന്ന് അമർത്തി അവൻ അവളുടെ കീഴ്ച്ചുണ്ട് നുണഞ്ഞു. ആദ്യം അവനെ തള്ളിമാറ്റിയ പെണ്ണ് പിന്നീട് അവനെ ചേർത്തണച്ചു. വികാരങ്ങൾ മുളപൊട്ടിയ ദിവസം അർജുൻ അനാമികയെ കോരിയെടുത്തു കൊണ്ടുപോയി ബെഡ്റൂമിൽ കിടത്തി. ശേഷം ഒരു ശലഭം കണക്കെ അവളിൽ ഉഴറി നടന്നു. അവളിലെ തേൻ നുകർന്നുകൊണ്ട് ആ ശലഭം അവളിൽ രമിച്ചു. ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ ഒന്നൊന്നായി അടർന്നു മാറുമ്പോൾ അനാമികയെ വിറച്ചു പോയിരുന്നു. അത് തടയാൻ നോക്കിയപ്പോൾ അവനൊരു കൗശലക്കാരനെ പോലെ അതെല്ലാം കവർന്നെടുത്തു. അർജുൻ പ്ലീസ്. അവൾ തൻ്റെ ഇരു കൈകളും മാറിലേക്ക് കോർത്തു പിടിച്ചപ്പോൾ അവൻ അവളുടെ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് അതിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് ഒന്ന് ചുംബിച്ചു. അങ്ങനെ ആ രാത്രി അവർക്കൊരുപാട് പ്രിയമേറിയതും മധുരമേറിയതുമാകുകയായിരുന്നു. അന്നവൻ ആഗ്രഹിച്ചതെന്തോ അതവളിൽ അവൻ നേടിയെടുത്തു. സുഖലോലുപങ്ങളിൽ മയങ്ങിക്കിടന്നപ്പോൾ ഇരുവരും അറിഞ്ഞിരുന്നില്ല ജീവൻ്റെ തുടിപ്പിനെ അവളുടെ ഗർഭപാത്രത്തിൽ അവൻ നിക്ഷേപിച്ചു എന്നുള്ളത്. ദിവസങ്ങൾ പെട്ടെന്ന് ഓടി മറിഞ്ഞു. പീരിയഡ്സ് ആവുന്ന ഡേറ്റ് കഴിഞ്ഞിട്ടും ആകാതെ വന്നപ്പോൾ അനാമിക ഭയന്നു പോയി. ഒപ്പം ചെറുതായി തോന്നിയ മനപ്പുരട്ടൽ, ഒപ്പം തലകറക്കവും. അവൾ എന്തിനെയാണോ ഭയപ്പെട്ടത്, എന്ത് കാരണത്താലാണോ ഇത് വേണ്ടെന്ന് വെച്ചത്, അത് തന്നെ നടന്നു. അർജുൻ, ഞാൻ ഇനി എന്തു ചെയ്യും? എനിക്ക് പേടിയാവുന്നു. അവൻ്റെ ഫ്ലാറ്റിലിരിക്കുകയാണ് അനു. അവളുടെ കയ്യിൽ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ സ്ട്രിപ്പുണ്ട്. അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ചുവന്ന വരകൾ. അത് അവളെ നോക്കി പുഞ്ചിരി തൂക്കി. നീ പേടിക്കണ്ട പെണ്ണേ, ഹാപ്പിയായിട്ടിരിക്കുക. അവൻ അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തിയിട്ട് ആ അണിവയറിൽ അമർത്തി ചുംബിച്ചു. വാവേ, ഈ അമ്മക്കുട്ടിക്ക് അനാവശ്യമായ ടെൻഷനാണെന്നേ. അച്ഛനുടെ മോനെ പേടിക്കണ്ട കേട്ടോ. അവൻ പറയുന്ന കേട്ട് പെണ്ണിൽ ഒരു ചിരി വിടർന്നു. നാട്ടിൽ പോയിട്ട് വീട്ടുകാരോടൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മടങ്ങി വരാൻ പോയവനാണ്. അവളെ ചേർത്ത് പിടിച്ച് ആ കവളിൽ മുത്തം കൊടുത്തുകൊണ്ട് പോയവൻ. നീ എൻ്റെ എല്ലാം മടി, നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് പറഞ്ഞു പോയവൻ. അവൻ പിന്നീട് മടങ്ങി വന്നില്ല. പാവം അനാമിക അവനെ കാത്തിരുന്നു. തിരികെ വരുന്ന കാര്യം ചോദിച്ച് വിളിച്ചപ്പോൾ എല്ലാ ദിവസവും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. 5 മാസം അവൾ കാത്തിരുന്നു. അർജുൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. വയറു വലുതാകാൻ തുടങ്ങി. ഒപ്പം ഗർഭകാലത്തെ ബുദ്ധിമുട്ട്. അനുവിനവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ജോലി രാജിവെച്ചുകൊണ്ട് അനു അവിടെ നിന്നിറങ്ങി. നേരെ നാട്ടിലേക്ക് പോയി. തൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന തൻ്റെ സ്വന്തം വീട്ടിലേക്ക്. ഒടുവിൽ തൻ്റെ കുഞ്ഞിൻ്റെ തുടിപ്പ് ആദ്യമായി അറിഞ്ഞ ദിവസം, വാവ അവളുടെ ഉദരത്തിൽ കിടന്ന് അനങ്ങിയ ദിവസം, അന്ന് ഓഫീസിലെ ഒരു സ്റ്റാറ്റസ് ഇട്ടത് അനു അപ്രത്യക്ഷമായി കണ്ടു. അതിസുന്ദരിയായ ഒരു പെണ്ണിനോടൊപ്പം വിവാഹവസ്ത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന അർജുൻ. ജീവിതം തീർന്നുവെന്ന് അനുവിന് മനസ്സിലായി. ഒപ്പം അർജുൻ ഒരിക്കലും മടങ്ങി വരില്ലെന്ന സത്യവും. അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ അനു തീരുമാനിച്ചു. വാതിലിൽ ആരോ തട്ടുന്ന കേട്ട് അനു ഇറങ്ങി വന്നു. അടുത്ത വീട്ടിലെ അമ്മാളോക്കയുടെ മകൻ കൃഷ്ണൻ. കിച്ചേട്ടാ, കയറി വരൂ. അവൾ വിളറിയ ചിരിയോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ അവളുടെ വീർത്ത വയറിൽ മെല്ലെ ഒന്ന് തലോടി. അനു, താൻ പ്രഗ്നൻ്റ് ആണോ? വിവാഹം കഴിഞ്ഞ വിവരം താൻ അറിയിച്ചില്ലല്ലോ. പെങ്ങളൂട്ടിക്ക് ഞങ്ങളൊക്കെ അന്യരായില്ലേ? അവൻ ചോദിച്ചതും അനുവിൻ്റെ മുഖം കുനിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. അയ്യോ കുട്ടി, ഞാൻ കരയാൻ പറഞ്ഞതല്ല. ഈ പെണ്ണിൻ്റെ കാര്യം. കൃഷ്ണൻ അവളുടെ തോളിൽ തട്ടി
അവളെ സമാധാനിപ്പിച്ചു. എവിടെ, ആള് വന്നില്ലേ? താൻ ഒറ്റയ്ക്കുള്ളൂ? അതെ, ലീവ് കിട്ടിയില്ല. ഓ, ഇനി അനു എന്നാണ് തിരിച്ചു പോകുന്നത്? ഒന്നും തീരുമാനിച്ചില്ല. എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു. കിച്ചേട്ടൻ അവധിക്ക് വന്നാണോ അതോ? അതെടോ, അവധിക്ക് വന്നതാ. ചേച്ചിയും കുട്ടികളും? അവരൊന്നും വന്നില്ല. എനിക്ക് ബാങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. ഇത്തിരി നേരം അനുവിനോട് സംസാരിച്ച് ശേഷം കൃഷ്ണൻ മടങ്ങിപ്പോയി. ഇല്ല, ഇനി വയ്യ. അച്ഛനും അമ്മയും പോയി. തനിക്ക് ഈ ലോകത്തിന് ആരുമില്ല. അർജുൻ, അയാൾ ചതിക്കുമായിരുന്നു. 5 മാസം ഗർഭിണിയായ തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. ഇതിലും ഭേദം താൻ ഇനി മരിക്കുന്നതാണ്. അനു മനസ്സിൽ ഉറപ്പിച്ചു. രാത്രിയായപ്പോൾ അടുത്തൊന്നും ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ വീടിന് പുറത്തേക്കിറങ്ങി. വേഗത്തിൽ വഴിയോരം ചേർന്ന് നേരെ നടന്നു. അവളുടെ ലക്ഷ്യം അടുത്തുള്ള കായലായിരുന്നു. നടക്കുന്തോറും വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അനക്കം കൂടി വരുന്നത് അവൾ അറിഞ്ഞു. ആ വേദനയേക്കാൾ വലിയ വേദന അവളുടെ മനസ്സിനായിരുന്നു. വാവേ, അമ്മയോട് ക്ഷമിക്ക്. അവൾ വയറ്റിൽ മെല്ലെ തഴുകി. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിനോടുള്ള സ്നേഹം അവൾക്ക് പിടിച്ചു നിർത്താനായില്ല. അമ്മയ്ക്കിനി വേറെ വഴിയില്ല വാവേ. ഇവിടെ ആരും അമ്മയും വാവയും സ്നേഹിക്കാൻ ബാക്കിയില്ല. നിന്റെ അച്ഛൻ ചതിച്ചില്ലേ? ഈ ലോകം വാവയ്ക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് ദുരിതങ്ങളാണ്. നാളെ ഒരിക്കൽ നീ നിന്റെ അമ്മയെ കുറ്റപ്പെടുത്തും. സ്വയം ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ നടന്നു. ഒടുവിൽ കായലിൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ അടുത്തെത്തി. നിലാവ് കായലിലേക്ക് വെളിച്ചം ചൊരിഞ്ഞു നിൽക്കുകയാണ്. അകലെ വാനിലെ പൂർണ്ണചന്ദ്രനെ നോക്കി അനാമിക അങ്ങനെ നിന്നു. ശേഷം അനാമിക പാലത്തിൽ കയറി താഴേക്ക് നോക്കി. ഇരുട്ടിൽ വെള്ളം ഒരു ഭീകര ജീവിയെപ്പോലെ അവളെ നോക്കി നിൽക്കുന്നത് അവൾക്ക് തോന്നി. അവൾ കണ്ണുകളടച്ചു. അച്ഛനും അമ്മയും അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. അച്ഛ, അമ്മേ, നിങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു. പൊറുക്കാനാവാത്ത തെറ്റ്. നിങ്ങളുടെ അനുസരണയുള്ള മകളായിട്ട് ഞാൻ ജീവിച്ചത്. എന്നിട്ട് ഒടുവിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ തന്നെയാണ് ഇതെല്ലാം ഇങ്ങനെ ആക്കിയത്. നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? അവൾ കണ്ണുകൾ തുടച്ചു. ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി പാലത്തിൻ്റെ കൈവരിലേക്ക് കയറിയപ്പോൾ പിന്നിൽ ഒരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഒരു നിമിഷം അവൾക്ക് തളർന്നു പോകും പോലെ തോന്നി. അതിൽ നിന്നും പോലീസുകാരൻ ഇറങ്ങി ഓടി വരുന്നത് അവൾ കണ്ടു. ആരാണവിടെ? പോലീസുകാരൻ ചോദിച്ചു. അനുവിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ജീവന് വേണ്ടി അവളുടെ കുഞ്ഞ് മുറവിളി കൂട്ടി. താനിതെന്തായി ചെയ്യുന്നത്? താഴേക്ക് ചാടി മരിക്കാൻ പോകണോ? അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. അനു ഞെട്ടിവിറച്ചു. അയാൾ അനുവിനെ സൂക്ഷിച്ചു നോക്കി. പോലീസ് ഉദ്യോഗസ്ഥൻ അശ്വിൻ മഹാദേവ, സിറ്റി പോലീസ് കമ്മീഷണറായി ഇന്ന് ചാർജ് എടുത്ത ആള്. ന്യൂസിൽ കണ്ടത് അവൾ ഓർത്തു. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയാം. മരണം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അയാൾ അനുവിൻ്റെ തോളിൽ കൈവച്ചു. അനു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകൾ. താൻ എന്തിനാ ഈ പാപം ചെയ്യാൻ തുടങ്ങുന്നത്? ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് മടങ്ങാൻ എന്താണോ ഇത്ര പെട്ടെന്ന് തീരുമാനിച്ചത്? ആ പോലീസുകാരൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അവൾ മുഖം താഴ്ത്തി നിന്നു. താനെന്താ ഒന്നും മിണ്ടാത്തത്? എന്താ പ്രശ്നം? പിന്നെയും അവൻ ചോദിച്ചു. പക്ഷെ അനു മിണ്ടാതെ നിന്നു. ഞാൻ തന്നോടൊന്നും ചോദിക്കുന്നില്ല. ഒന്ന് വണ്ടി കയറിക്കേ, തൻ്റെ വീട്ടിൽ വിടാം. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ വേറെ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, അശ്വിൻ അനുവിനോട് പറഞ്ഞു. അനു വിങ്ങിപ്പൊട്ടി. ഇരു കൈകൾ കൊണ്ടും മുഖത്തേക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ വിങ്ങിക്കരഞ്ഞു. എനിക്കാരുമില്ല സാറേ, എൻ്റെ കുഞ്ഞിനും ചതിക്കപ്പെട്ടു പോയി. അശ്വിന് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഊഹിച്ചു. പോലീസുകാരൻ്റെ ബുദ്ധിയിൽ അവന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. അവൾ ചതിച്ചതാണെന്നും അവന് പിടികിട്ടി. എനിക്കിനി ജീവിക്കണ്ട, ആരുമില്ല എനിക്ക്, അനു പറഞ്ഞു. ഇനി ജീവിക്കണ്ടെന്ന് പറയാൻ താൻ ആരാണ്? താൻ ജീവിച്ച് കാണിക്കണം. തനിക്ക് വേണ്ടി മാത്രമല്ല, താൻ കാരണം ജീവിക്കാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടിയും കൂടി. തന്നെ വിശ്വസിച്ചുകൊണ്ട്, തന്നെ സ്നേഹിച്ചുകൊണ്ട്, തന്നെ കാണാൻ ഓരോ നിമിഷവും കാത്തിരിക്കുന്ന ഒരാൾ ദേ ഇവിടെയുണ്ട്.
എന്തിനാടോ ആ പാവത്തിനോട് ഇങ്ങനെ ദുഷ്ടത ചെയ്യുന്നത്? അശ്വിൻ അനുവിൻ്റെ വയറ്റിൽ ചൂണ്ടി ചോദിച്ചു. അനു അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് അശ്വിൻ്റെ വാക്കുകൾ നൽകിയ ആശ്വാസം അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സത്യം പറഞ്ഞാൽ താൻ ഭാഗ്യവതിയാണ്. ഭാഗ്യമെന്നത് തനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ തനിക്ക് സാധിക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെയെല്ലാം ധൈര്യമായി നേരിടാൻ പഠിക്കുക. എങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ. അശ്വിൻ അനുവിനെ സമാധാനിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയാണ് അർജുൻ. അയാൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഒടുവിൽ അയാൾ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ചതിക്കപ്പെട്ടു. ഇനി എങ്ങോട്ട് പോകാനാണ്? ആരുമില്ല. അതുകൊണ്ടാണ് സാർ. അനു വേദനയോടെ പറഞ്ഞു. ഞാനുണ്ട് തൻ്റെ കൂടെ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാ സഹായവും ഞാൻ നൽകാം. താൻ പേടിക്കണ്ട. വേണ്ട സാർ, കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം, അനു പറഞ്ഞു. അശ്വിൻ അവളെ കാറി കയറ്റി. അവൾക്ക് കുറച്ച് വെള്ളം കൊടുത്തു. പോലീസുകാരൻ ഒരു നല്ല മനുഷ്യനാണെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് വേറെ വഴിയില്ലെന്ന് അയാൾക്കും. അശ്വിൻ കാറ് മുന്നോട്ടെടുത്തു. ആ യാത്രയിൽ അവൾ തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. തൻ്റെ അമ്മ, അച്ഛൻ, അർജുൻ എല്ലാവരുടെയും കാര്യങ്ങൾ അവൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. ഒടുവിൽ അശ്വിന് മനസ്സിലായി അനാമികയ്ക്ക് ആരുമില്ലെന്നുള്ള സത്യം. ഒരു കാര്യം ചെയ്യാം, അനു ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോരെ. അവിടെ എൻ്റെ അമ്മയും വൈഫുമാണുള്ളത്. വൈഫ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. വേണ്ട സാർ, കുഴപ്പമില്ല, എന്നെ എൻ്റെ വീട്ടിലാക്കിയാൽ മതി. അവൾ ഒരുപാട് പറഞ്ഞുവെങ്കിലും അശ്വിൻ അവളെ അതിനനുവദിച്ചില്ല. ഒരു കൂറ്റൻ ഇരുനില മാളികയുടെ മുൻപിൽ അവൻ്റെ കാർ വന്നു നിന്നു. കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ സുന്ദരിയായ ഒരു യുവതി വന്ന് ഡോർ തുറന്നു. നീലു, ഇത് അനാമിക. നീ ഒന്ന് ചെക്ക് ചെയ്തേ, ആള് പ്രഗ്നൻ്റാ. ഓ, കയറി വരൂ കേട്ടോ. അവർ വിളിച്ചതും അനാമിക ഇത്തിരി മടിയോടെ അകത്തേക്ക് കയറി. എത്ര മാസമായി? 6th മന്ത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. നീലു അനാമികയെ നന്നായി പരിശോധിച്ചു. ബോഡി വല്ലാണ്ട് വീക്കാണല്ലോ. ബ്ലഡും കുറവാ. താൻ ശരിക്കും ഫുഡൊന്നും കഴിക്കുന്നില്ലേ? അതോ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലുണ്ടോ? വോമിറ്റിംഗ് ആദ്യത്തെ 3 months ഉണ്ടായിരുന്നു. പിന്നീട് കുഴപ്പമില്ല മാഡം. പിന്നെന്താ ടാബ്ലറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുന്നില്ലേ? അയൺ ടാബ്ലറ്റും അതുപോലെ കാൽഷ്യം ടാബ്ലറ്റും താൻ പ്രോപ്പറായി കഴിക്കുന്നില്ലേ? ഓ, ബോഡി ശരിക്കും വീക്കാ. ഒരു കാര്യം ചെയ്യാം, നാളെ ഹോസ്പിറ്റലിൽ വരൂ. നമുക്ക് തൻ്റെ ബോഡി ഒന്ന് ശരിക്കും എക്സാമിൻ ചെയ്യണം. അതുപോലെ ബ്ലഡ്, യൂറിൻ ഒക്കെ കൾച്ചർ ചെയ്യാം. അവൾ തലയാട്ടിക്കൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും അശ്വിൻ ഒരു സ്ത്രീയുമായി അവളുടെ അടുത്തേക്ക് വന്നു. അനാമിക, ഇതെൻ്റെ അമ്മ. സരസ്വതി എന്നാണ് അമ്മയുടെ പേര്. അനു അവരെ നോക്കി കൈകൂപ്പി. മോള് വരൂ, ഇന്ന് അമ്മോടൊപ്പം കിടക്കാട്ടോ. ആ സ്ത്രീ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അമ്മേ, ഇയാൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇയാളുടെ ബോഡി കാണുന്നുണ്ട്. ചോറും കറികളുമൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അമ്മ എടുത്ത് ചൂടാക്കാം മോളെ. സരസ്വതി പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അനാമിക അവരെ തടഞ്ഞു. എനിക്കൊന്നും വേണ്ട, ഇതിൽ വെള്ളം മാത്രം തന്നാൽ മതി അമ്മേ. വാക്കുകൾ ഇടറാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അനു പറഞ്ഞു. എന്നാൽ സരസ്വതിയും നീലുവും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അടുക്കളയിലേക്ക് പോയി. സർ. അനു അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കി. എടുത്താൻ വിഷമിക്കൊന്നും വേണ്ട. ആരുമില്ലെന്ന് തോന്നലും വേണ്ട. തനിക്കും തൻ്റെ മാവയ്ക്കും ഞങ്ങളൊക്കെയുണ്ട്. താൻ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. ഒന്നുമില്ലെങ്കിലും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ താന്? അശ്വിൻ അവളോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സരസ്വതി അമ്മ ചോറും കറികളുമായി വന്നു. അമ്മ, ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കില്ല, ബ്രാഹ്മിനാണ്, അവൾ പറഞ്ഞു. ഞങ്ങളും അതേ കുട്ടി, നോൺ വെജ് ഒന്നും ഇല്ല, ചിരിയോടെ സരസ്വതി അമ്മ പറഞ്ഞു. അനു കൈകഴുകി വന്ന ശേഷം കസേരയിലിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. സങ്കടം വന്നിട്ട് തൊണ്ടക്കുഴിയിൽ നിന്നും ഭക്ഷണം ഇറങ്ങുന്നു പോലുമില്ല. മോളെ, നിന്റെ വയറ്റിലൊരു കുഞ്ഞ് കിടക്കുന്നതാ, അതിന് വിശക്കില്ലേ? സരസ്വതി അവളുടെ നെറുകയിൽ തലോടി. കഴിക്കും മോളെ, ഇത്തിരിയെങ്കിലും കഴിക്ക്. അവരെല്ലാവരും നിർബന്ധിച്ചു. ഒടുവിൽ 2 ഉരുള ചോറ് കഴിച്ചിട്ട് പാവം അനു എഴുന്നേറ്റു. സരസ്വതിയമ്മയുടെ മുറിയിലാണ് അന്നവൾ കിടന്നത്. അടുത്ത ദിവസം കാലത്തെ തന്നെ അനു എഴുന്നേറ്റു.
വീട്ടിലേക്ക് പോകണം. അതാണ് അവളുടെ ലക്ഷ്യം. അവൾ എഴുന്നേറ്റുവെന്ന് മനസ്സിലായതും സരസോമ്മ ഒരു ബ്രഷും പേസ്റ്റുമായി അവളുടെ അടുത്തേക്ക് വന്നു. മോളോട് കാലത്തെ കുളിച്ച് റെഡിയാവാനാണ് നീലു പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്യണം. അമ്മേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. അവിടെ ചെന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. നീലു അവിടേക്ക് കയറി വന്നു. അനു, ഞങ്ങൾ പറയുന്നത് താൻ അനുസരിക്കുക. പെട്ടെന്ന് കുളിച്ച് റെഡിയായി വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഒടുവിൽ അനു നീലുവിനോടൊപ്പം ഹോസ്പിറ്റലിൽ പോയി. സാർ എവിടെയെന്ന് ചോദിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവൾ അതിന് തുനിഞ്ഞില്ല. എന്നാൽ ഈ സമയത്ത് അശ്വിൻ അർജുൻ്റെ വീട്ടിലെത്തി. വിവാഹം കഴിഞ്ഞ് പുതുമോടിയായിട്ട് അർജുനും ഭാര്യയും പുറത്തേക്ക് പോകാൻ റെഡിയായി വരുവാണ്. പോലീസിനെ കണ്ടതും പെട്ടെന്ന് അർജുനൊന്ന് ഭയന്നു. ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അശ്വിൻ അർജുനെയും കൂട്ടി ഇറങ്ങിപ്പോയി. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ അശ്വിൻ മഹാദേവ. അയാൾ സ്വയം പരിചയപ്പെടുത്തി. എന്താണ് സാർ, എന്താണ് ഇവിടെ വന്നത്? അനാമിക ആരാടോ? യാതൊരു മുഖവുരിയുമില്ലാതെ അശ്വിൻ ചോദിച്ചു. പെട്ടെന്ന് അർജുൻ പരുങ്ങി. ഒരു പാവം പിടിച്ച പെണ്ണിനെ ചതിച്ച് ഒരു കൊച്ചിനെ അവൾക്ക് സമ്മാനമായി കൊടുത്തിട്ട് നീ ചുളുവിൽ അടുത്തവളെ കെട്ടിയങ്ങ് കഴിയുവാണല്ലേടാ. സർ, അനാവശ്യം പറയരുത്. നിനക്കനാവശ്യം കാണിക്കാം. ഞാനത് പറയുന്നതിലാണ് കുറ്റം അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് അശ്വിൻ അവൻ്റെ കോളറെ പിടിച്ചു. ശേഷം അവൻ്റെ കരണം നോക്കി ഒന്ന് പുകച്ചു. എന്തിനാടാ നീ ആ പാവത്തിനെ ചതിച്ചത്? നിന്റെ കുഞ്ഞ് പാതി വളർച്ച കഴിഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുക. എന്തിനാ അവളോട് നീ ഈ ക്രൂരത കാണിച്ചത്? അവളുടെ ജീവിതം ഇന്നലെ രാത്രിയിൽ അവൾ അവസാനിപ്പിച്ചേനെ. ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഞാനവളെ കണ്ടുമുട്ടി. ഒരു ഗർഭിണി അഷ്ടമുടിക്കായലിലെ ഓളങ്ങളിലേക്ക് അലയടിച്ചു പോയേനെ. അർജുനെ പിടിച്ച് പിന്നോട്ട് തള്ളിയിട്ട് അശ്വിൻ ചെന്ന് വണ്ടി കയറി. ആ സമയത്താണ് നീലുവിൻ്റെ ഫോൺ കോൾ അശ്വിനെ തേടി എത്തിയത്. അശ്വിൻ, ആ പറയൂ നീലു. അനുവിൻ്റെ HP ലെവൽ വളരെ ലോയാണ്, 8.3. അതുപോലെ തന്നെ അയാൾക്ക് BP കൂടുതലാണ്. 2 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഓ, പറഞ്ഞു. ശരിടോ, ഞാൻ വിളിക്കാം. അശ്വിൻ കോൾ കട്ട് ചെയ്തു. അനാമിക അതുവരെ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളൊക്കെയും ഇല്ലാതാക്കുവാൻ അവളെ ഏറെ സഹായിച്ചത് നീലവും സരസ്വതിയമ്മയുമായിരുന്നു. അനാമിക കുടുംബത്തിലെ ഒരാളാണ് എന്ന രീതിയിലാണ് അവരവളെ സംരക്ഷിച്ചു പോന്നത്. ശരിക്കും ഈശ്വരൻ്റെ കയ്യൊപ്പ് അവളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ അശ്വിനെ കണ്ടുമുട്ടിയത് പോലും. പലതവണ അനു അവളുടെ വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങിയെങ്കിലും അവർ ആരും സമ്മതിച്ചു കൊടുത്തില്ല. മാസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. അനുവിന് ഡെലിവറിയുടെ ഏകദേശ സമയമായപ്പോൾ നീലു അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അനു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പാവം അനു ഒരുപാട് കരഞ്ഞു. കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് അവൾ അവനോട് ഒരുപാട് മാപ്പ് പറഞ്ഞു. ഈ പൊന്നോമനെയായിരുന്നു താൻ ഇല്ലാതാക്കുവാൻ നോക്കിയത്. ഓർത്തപ്പോൾ അവൾക്ക് നെഞ്ച് നീറിപ്പിടഞ്ഞു. കുഞ്ഞിനെ പാലൂട്ടുമ്പോൾ അവൻ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. എന്നിട്ട് അനുവിനോട് അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കും, ചിരിക്കും, കളിക്കും. അവൻ്റെ കൊഞ്ചലുകളിലും ചിരികളിലുമൊക്കെ അനു തൻ്റെ വിഷമതകളെല്ലാം മറന്നു. ഏകദേശം 6 മാസത്തോളം അവൾ അശ്വിൻ്റെ വീട്ടിൽ നിന്നു. അതിനുശേഷം അനു ജോലി തേടി ഇറങ്ങി. കാരണം അപ്പോഴേക്കും അവളുടെ സേവിങ്സൊക്കെ ഏകദേശം തീരാറായിരുന്നു. അനുവിന് ജോലി ലഭിച്ചത് ബാംഗ്ലൂരിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. അനു തൻ്റെ കുഞ്ഞിനെ നോക്കുവാനായി ഒരു ചേച്ചിയെ ഏർപ്പാടാക്കണമെന്ന് സരസ്വതി അമ്മയോട് പറഞ്ഞപ്പോൾ അവരാണ് ഒരു സ്ത്രീയെ അനുവിനൊപ്പം അയച്ചത്. രാജേശ്വരി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അനു അവരെ രാജമ്മ എന്നാണ് വിളിച്ചത്. കുഞ്ഞിനെ രാജമ്മയെ ഏൽപ്പിച്ചിട്ടാണ് അനു ജോലിക്ക് പോകുന്നത്. അവർ സ്വന്തം മകളെയും കൊച്ചുമകനെയും പോലെയാണ് അവർ രണ്ടാളെയും നോക്കിയതും. അങ്ങനെ അങ്ങനെ അനു പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇടയ്ക്കൊക്കെ നാട്ടിൽ പോകും. അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ 1-2 ദിവസങ്ങൾ നിൽക്കും. അതിനുശേഷം സരസ്വതി അമ്മയെയും അശ്വിനെയും നീലുവിനെയും ഒക്കെ കണ്ടിട്ട് അവൾ വീണ്ടും മടങ്ങിപ്പോകും. പല വിവാഹാലോചനകൾ അനുവിന് വന്നുവെങ്കിലും അവളതൊന്നും സ്വീകരിച്ചില്ല. കാരണം അവൾ ജീവിക്കുന്നത് അവളുടെ കുഞ്ഞിനു വേണ്ടി മാത്രമാണ്. കുഞ്ഞിനും അനുവെന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ്.
അമ്മ മാത്രമേ ഉള്ളൂ തനിക്കെന്ന് അവനറിയാം. അവൻ 8ാം ക്ലാസ്സിലെത്തിയ സമയത്ത് അച്ഛനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അനുവിനോട് ആവശ്യപ്പെട്ടു. അനു എല്ലാ കാര്യങ്ങളും അവനോട് പറയുകയും ചെയ്തു. അമ്മ അനുഭവിച്ച ത്യാഗങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. അവനാണ് അമ്മയോട് ആവശ്യപ്പെടുന്നത് അമ്മയ്ക്കും അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരു കൂട്ട് വേണമെന്ന്. എന്നാൽ അനു സമ്മതിച്ചില്ല. അമ്മയ്ക്ക് കൂട്ടായിട്ട് അമ്മയുടെ മോൻ മാത്രം മതിയെന്ന് അവൾ പറഞ്ഞു. പിന്നെയും വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. 45 വയസ്സുവരെ അനു ജോലി ചെയ്തു. അതിനുശേഷം മകൻ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അനുവിനോട് ജോലി രാജിവെക്കുവാൻ അവൻ ആവശ്യപ്പെട്ടു. അനുവിൻ്റെ മകൻ്റെ പേര് അദ്വൈത് എന്നാണ്. അവനെ പഠിപ്പിച്ച അനു ഡോക്ടറാക്കി. ഒരു ദിവസം മകൻ്റെ ഹോസ്പിറ്റലിൽ എന്തോ ആവശ്യത്തിന് ആരെയോ കാണുവാനായി പോയതാണ് അനു. അപ്പോഴാണ് ഒരാളുമായി മകൻ സംസാരിച്ചു വരുന്നത് അനു കാണുന്നത്. പെട്ടെന്ന് അവൾക്ക് ബോധം മറിയും പോലെ തോന്നി. അത് മറ്റാരുമായിരുന്നില്ല, അർജുനായിരുന്നു. അർജുനും അനുവിനെ നേർക്കുനേർ കണ്ടു. ഇത് തൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് അദ്വൈത് അവനെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അനുവിൻ്റെ പരവശവും മറ്റും കണ്ടപ്പോൾ അദ്വൈതിന് എന്തോ സംശയം പോലെ തോന്നി. അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് അവൻ ചോദിച്ചു. അപ്പോഴേക്കും അനു ബോധരഹിതയായി. അർജുന അവളെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ അനു നിലത്തേക്ക് വീണു പോയിനെ. പെട്ടെന്ന് തന്നെ സ്റ്റാഫും സെക്യൂരിറ്റി ജീവനക്കാരും ഓടി വന്ന് അനുവിനെ കാഷ്വാലിറ്റി കൊണ്ടുപോയി. BP ലോ ആയതുകൊണ്ടാണ് തല കറങ്ങിയതെന്ന് അദ്വൈതിന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞതും അനു ഓക്കെയായി. മോൻ്റെ കൂടെ ഉണ്ടായിരുന്നയാൾ ആരാണെന്ന് അനു ചോദിച്ചു. തൻ്റെ പേഷ്യൻ്റാണെന്നും ഇടയ്ക്കൊക്കെ ചെക്കപ്പിന് വരുന്നതാണെന്നും അവൻ അമ്മയോട് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അനു അർജുൻ്റെ പേര് പറയാൻ തുനിഞ്ഞില്ല. എന്നാൽ ആ സമയത്ത് അദ്വൈതിൻ്റെ ഫോണിലേക്ക് അർജുൻ വിളിച്ചു. അത്യാവശ്യമായിട്ട് അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അർജുൻ തന്നെയാണ് എവിടെ വരണമെന്നുള്ള പേര് അവനോട് നിർദ്ദേശിച്ചത്. അദ്വൈത് പെട്ടെന്ന് തന്നെ അർജുനെ കാണാൻ തിരിച്ചു. അനാമികയുടെ മകനാണ് അദ്വൈത് എന്നറിഞ്ഞതും അർജുൻ അവനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. എൻ്റെ മോൻ, അത്രമാത്രമേ അയാൾക്ക് പറയാൻ സാധിച്ചുള്ളൂ. ക്ഷമിക്കണം മോനെ. അയാൾ അദ്വൈതിൻ്റെ ഇരു കൈകളിലും പിടിച്ചുകൊണ്ട് ക്ഷമ പറയുകയാണ്. അർജുനായിരുന്നു തൻ്റെ അച്ഛനെന്നറിഞ്ഞതും അദ്വൈത് അയാളെ തള്ളി മാറ്റി. എൻ്റെ പാവം അമ്മയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവനല്ലേ. ഒടുവിൽ നിങ്ങളെ ഈശ്വരൻ എൻ്റെ മുൻപിൽ തന്നെ എത്തിച്ചു. അദ്വൈത് അവനെ നോക്കി പുച്ഛിച്ചു. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അനുവിനെ സ്വീകരിക്കുവാൻ അർജുൻ ഒരുക്കുമായിരുന്നു. അർജുൻ്റെ ഭാര്യ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയെന്നും പിന്നീട് അർജുൻ ഒറ്റയ്ക്കാണെന്നും കുട്ടികളൊന്നും ഇല്ലെന്നുമൊക്കെ അയാൾ അവനോട് പറഞ്ഞു. തൻ്റെ കുമ്പസാരങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഒരു ഡോക്ടറായതുകൊണ്ട് എൻ്റെ മുൻപിൽ വരുന്ന പേഷ്യൻറ്റിനോട് ഞാൻ കാണിക്കുന്ന ഒരു സഹാനുഭൂതി, സഹതാപം അത്രമാത്രമാണ് എനിക്ക് തന്നോടുണ്ടായത്. പക്ഷെ നീചനായ തന്നെ ഇത്രനാളും ചികിത്സിച്ചല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കുത്തിക്കൊല്ലാനാണ് തോന്നുന്നത്. മേലിൽ ഞങ്ങളുടെ മുമ്പിൽ താൻ വന്നു പോകരുത്. എനിക്കെൻ്റെ അമ്മ മാത്രം മതി. പറഞ്ഞുകൊണ്ടവൻ അർജുൻ്റെ അരികിൽ നിന്ന് പോയി. അർജുനെ കണ്ട കാര്യങ്ങളൊക്കെ അവൻ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചു. എന്ത് വേണമെങ്കിലും ആകാം. അച്ഛനെ വേണമെങ്കിൽ നിനക്ക് സ്വീകരിക്കാം. അമ്മ ഒരിക്കലും മോനോട് എതിര് പറയില്ല. നാളെ ഒരിക്കൽ അമ്മ കാരണമാണ് അച്ഛനെ ഞാൻ പറഞ്ഞയച്ചെന്ന് മോൻ എന്നോട് പറയാൻ ഇടയുണ്ടാവരുത്. ഒരിക്കലും പറയില്ല. അദ്വൈതിന് വാക്കൊന്നേ ഉള്ളൂ. അതിനൊരു മാറ്റം വരില്ല. പിന്നീട് പലതവണ അർജുൻ അദ്വൈതിനെ തേടി വന്നു. എന്നാൽ അദ്വൈത് അവനെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഒടുവിൽ അദ്വൈതും അമ്മയും ആ നാട് വിട്ടുപോയി. അതിനോടിടയ്ക്ക് അദ്വൈതിൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു പാവം പെൺകുട്ടിയാണ് അവൻ വിവാഹം കഴിച്ചത്. പേര് സൗപർണിക. അവളും ഡോക്ടറായിരുന്നു. അനുവിനോട് വളരെ സ്നേഹമായിരുന്നു അവൾക്ക്. 2 വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു മകൻ പിറന്നു, ആദിശങ്കർ. പിന്നീട് അവന് കൂട്ടായി ഒരു അനിയത്തിക്കുട്ടിയും വന്നു, ആവണി. കൊച്ചുമക്കളെ നോക്കി സന്തോഷത്തോടെ അനു കഴിഞ്ഞു. അനു ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അമ്മ മരിക്കുവോളം അർജുൻ എന്ന വ്യക്തിയെ കാണാൻ അമ്മയ്ക്കിടയുണ്ടാവരുതെന്ന്. അതവൻ പാലിക്കുകയും ചെയ്തു. കർക്കിടക വാവിന് അമ്മയുടെ നാട്ടിലെ അമ്പലത്തിൽ ബലിതർപ്പണം നടത്തുവാനായി വന്നതാണ് അദ്വൈതും കുടുംബവും. അപ്പോഴാണ് അദ്വൈത് അശ്വിനെ കാണുന്നത്. വീണ്ടും ഒരു ഓർമ്മ പുതുക്കൽ എന്നോണം അശ്വിൻ പറഞ്ഞതാണ് ഈ കഥകളൊക്കെ. എല്ലാം കേട്ടുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അന്നും ആ മകൻ കണ്ണീർ പൊഴിച്ചു.